സ്വാഗതം പറഞ്ഞു. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൊന്നും കൂടെ തിനെന്തിനാ പോയിട്ട് അമ്മ പറയുന്നത് കഴിച്ചാലൊന്നും ഇല്ലെന്ന്. രാത്രി കിടക്കാൻ നേരത്തെ ഊരി വെക്കുന്നത്. അതെ, ഊരി വെച്ചില്ലെന്നുണ്ടെങ്കിൽ ശരിയാവും, കളമരം കിട്ടും. എന്നിട്ട് വേണം അവർ ജയിലിക്കണം. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറേ നാളെ എല്ലാവരുടെ സുഖം അന്വേഷിച്ചിട്ട്. ഒരുമാതിരി വൃത്തികെട്ട സീസണായത്. കഷ്ടകാലത്തിൻ്റെ മേളിൽ കഷ്ടകാലം. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ കണ്ണിൽ ബ്ലീച്ചിങ് പൗഡർ പോയി. ഞാൻ ഇവിടെ വഴിയിൽ ബ്ലീച്ചിങ് പൗഡർ ഇടാൻ പോയത് ഒന്നുമില്ലല്ലോ. ഞാൻ ഈ അടുത്ത ദിവസം എനിക്ക് പരീക്ഷയെല്ലാം ഏകദേശം കഴിയാനായി. പരീക്ഷ കഴിയുമ്പോൾ ഞാൻ നാട്ടിൽ പോവാണെങ്കിൽ ഇപ്പോൾ എല്ലാ ഓട്ടോ ഇന്ന് ഈ വഴിയിലെ വഴുക്കൽ കാരണം മേളിലോട്ട് കയറി വരുന്നില്ല. അപ്പോൾ അമ്മ കഴിഞ്ഞ ദിവസം താഴെ ഇറങ്ങിയിട്ട് കയറി വരാൻ തുടങ്ങിയപ്പോൾ കാലൊന്ന് തെറ്റി നടുവൊന്ന് പിടിച്ച് ഞാൻ ഓർത്ത് വീണായിരുന്നെങ്കിൽ തീരുമാനമായിരുന്നു. ആ ഓട്ടോക്കാരൻ താഴെ വരാൻ വന്നുള്ളൂ, പുള്ളി കയറി വരത്തില്ലെന്ന് തോന്നുന്നു തരുന്നതുകൊണ്ട്. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് എനിക്കൊന്ന് വയ്യായിരുന്നു. ഞാൻ രാവിലെ അതിന് മുന്നേ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോഴാട്ടെ സംഭവം. എന്നിട്ട് എനിക്ക് എന്ന് തുടങ്ങിയതറിയാം, അന്ന് ആ പനി വന്നപ്പം ഞാൻ കഥം. അതിന് ശേഷം പിന്നെ ആ പനി വിട്ടു മാറിയില്ല. പനി ചൂടൊന്നുമില്ല, ശ്വാസം മുട്ടൽ, ഉറങ്ങാൻ വയ്യ. രാവിലെക്കോളം ഈ ഇരുന്ന് പട്ടി വലിക്കുന്ന പോലെ വലിയ. ഞാൻ 2:30, 3 മണി 4 മണിയൊക്കെ ഉണർന്നിരിക്കും. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ച് കുറവുണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ ദിവസത്തിനേക്കാളൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അമ്മേനെ ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ പിടിച്ചിവിടെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ആളില്ലാതെ വണ്ടി കയറി വരും. പക്ഷെ ആളെ വെച്ചോണ്ട് കയറി വരാം. ഞാനല്ലെങ്കിലും താഴെ നിന്ന് എപ്പോഴും കയറി വരും. ഞാൻ എപ്പോഴും വഴിപോക്കനാണ്. എന്നെ വഴി കളയും, ഇവർ ഓട്ടോയിൽ കയറിയും വരും. അല്ലെങ്കിൽ എന്നെ വെച്ച് എന്നാ ഇവിടെ ഓട്ടോ കയറി വന്നിട്ടുള്ളത്? ഇനി ഞാൻ താഴെ ഇറങ്ങാം. എന്നിട്ട് ഓട്ടോ ഇവിടെ കൊണ്ടുപോയിട്ട് ഇന്നാളത്തെ പോലെ എന്നെ കൊണ്ടു തമ്മി. അതെനിക്കൊന്ന് പനിയായപ്പോഴേ ഒരു ദിവസം എനിക്ക് തീരെ നടന്നു വരാൻ വയ്യായിരുന്നു. അപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പിന്നെയും പുള്ളി താഴെ പോയിട്ട് അമ്മേനെയും കൂട്ടി കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ കുറേ മുതലാവും ഇവിടെ. എന്നിട്ട് ഞാൻ എന്താക്കി, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കടയിൽ നിന്ന് ബ്ലീച്ചിങ് പൗഡറും വാങ്ങിക്കൊണ്ടാ വന്നത്. 5 പാക്കറ്റൊക്കെ വാങ്ങിക്കൊണ്ടാ വന്നത്. എവിടെ എത്താൻ ഈ ഒരു പൊക്ക പോലെ കിടക്കുന്ന ഈ ഒരു വഴിയിൽ 5 പാക്കറ്റ് എവിടെ എത്താൻ? ഒരു 10-15 പാക്കറ്റെങ്കിലും വേണം നല്ലോണം വഴിയിലിട്ട് തൂത്ത് പോകണം. ഞാൻ അന്നേരം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി, ദൈവത്തെ ഓർത്ത് ഞാനിത് ഇട്ട് കഴിഞ്ഞിട്ട് മഴ പെയ്യല്ലേന്ന്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ അത്ര സാധനം ഒലിച്ചു പോകും, പിന്നെ ഇട്ടതിനൊരു കാര്യമില്ല. അതിട്ട് ഞാൻ പകുതി എത്തി ചൂലും കൊണ്ട് ഞാൻ വീശി. കാരണം പതുക്കെ അത് അടിക്കാൻ വയ്യ. സ്പീഡിലാകുമ്പോൾ ഒന്ന് നമ്മൾ കിടന്ന് തൂക്കുമ്പോൾ നമ്മൾ കാണത്തില്ല, മുറ്റമൊക്കെ തൂക്കാതെ നമ്മൾ കിടന്ന് ഇങ്ങനെ തൂക്കുന്നത്. അങ്ങനെ തൂക്കുമ്പോൾ കുറേ ഇല അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ പെട്ടെന്ന് മാറുമല്ലോ. ഞാനങ്ങനെ കിടന്ന് തൂക്കാൻ പിന്നെ എനിക്ക് തല നിൽക്കണ്ടേ. എനിക്ക് ഒന്നാമത് ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഇതും കൂടെ ആയപ്പോൾ ശ്വാസം മുട്ടൽ തീരെ പറ്റുന്നില്ല, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ ഒരുമാതിരി ഇവിടെ ആരോ പിടിച്ചു വെച്ചേക്കുന്ന പോലൊരു സാധനം. എന്നിട്ട് ഞാൻ വീശി അങ്ങോട്ട് അടിച്ചതും കണ്ണിലോട്ട് തെറിച്ച്. ഞാൻ ഓർത്തു കഴിഞ്ഞു, ഈ എല്ലാം കഴിഞ്ഞു. ഞാൻ ഓടി വരുന്നു, വെള്ളം ഒഴിക്കുന്നു, നീറ്റലാണോ പുകച്ചിലാണോ കണ്ണെല്ലാം കൂടി ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ വിചാരിച്ച്. പിന്നെ ഞാൻ തന്നെ ഓർത്തു, പിന്നെ ഈ ഒരു ചീള് കേസിന് എന്തിനാ ആശുപത്രിയിൽ പോകുന്നു, ഇതിക്കുള്ളിൽ ഇനി ഒന്നും വരാനില്ല, ഇനി വരാനുള്ളതൊക്കെ വന്നിട്ട് പോട്ടെ എന്ന് വെച്ചിട്ട് അവിടെ ഇരുന്നു. കുറേ കഴിഞ്ഞ് ഒരു 2-2.5-3 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് കണ്ണിൻ്റെ ചുമപ്പ് മാറി തുടങ്ങി. ശബാര വേദന. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി ഇവിടെ അടുത്ത് മെഡിക്കൽ ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയിട്ട് കണ്ണിൽ മരുന്ന് വാങ്ങി ഒഴിച്ച്. ഇവിടെ ഈ ഒരു സൈഡിൽ ഇപ്പോഴും ഉണ്ടാവും ചെറിയൊരു പാട്, ഇവിടെ ഇങ്ങനെ ഒരു വര പോലെ. അവിടെ എനിക്ക് ഓൾറെഡി നേരത്തെ ഒരു ചെറിയ പോറലുണ്ടായിരുന്നേ. ഇതുപോലെ എന്നോ എനിക്ക് അലർജി വരുമ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ ഇത് വെള്ളം പോലെ കെട്ടും. അപ്പോൾ അതേപോലെ ഇപ്രാവശ്യവും കണ്ണിൻ്റെ സൈഡിലൊരു ഇങ്ങനെ കെട്ടി. അപ്പോൾ ഫോട്ടോ വേണ്ട, എന്തിനാ പറഞ്ഞത്, അതുകൂടെ കാണിച്ച് നിങ്ങളെ പേടിപ്പിക്കുന്നത്. എന്തായാലും നല്ല സമയമാണ് എല്ലാവർക്കും, കുടുംബത്തോടെ പണി കിട്ടിക്കൊണ്ടിരിക്കുക. എന്തായാലും കുഴപ്പമില്ല. എല്ലാ പ്രാവശ്യവും എന്നും ഇങ്ങനെ നല്ലതായിട്ട് ഇരിക്കേണ്ട കാര്യമില്ലല്ലോ, വല്ലപ്പോഴും ഒരു തട്ടുമുട്ടൊക്കെ കിട്ടും. അങ്ങനെ ആർക്കും പറ്റത്തില്ല മോളെ. ഒരു ദിവസം നല്ലതാണെങ്കിൽ പിറ്റേ ദിവസം വേറെ അങ്ങനല്ലേ, അതല്ലേ ജീവിതം. ഞാൻ ഓർത്തു മണിയമ്മയുടെ നടുവിൻ്റെ അടുത്ത് തീരുമാനമായിരുന്നു ഞാൻ വിചാരിച്ചത്. ഞാനവിടെ നെഞ്ചത്ത് കൈ വെച്ചോണ്ടിരിക്കും. താഴെ താത്തയും കാക്ക എല്ലാം നോക്കി നിൽക്കുക. കയറി വരാൻ ശകലം കാലൊന്നും മുന്നോട്ട് വെക്കാൻ പറ്റെങ്കിലല്ല കയറി വരാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ സൈഡിൽ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ പറ്റുകയില്ല. പിടിച്ച് കയറുന്ന അടച്ചായിട്ട് ഓട്ടോ താഴെ വരെ വന്നിട്ടുണ്ടെങ്കിൽ പിടിച്ച് കയറി വരാൻ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. എങ്ങനെ കയറി വരും? തന്നെ ഉള്ളെങ്കിൽ പെട്ടു, അവിടെ നിൽക്കുകയുള്ളൂ. ഹോസ്പിറ്റലൊക്കെ പോകണമെങ്കിലേ ഈ ഓട്ടോയ്ക്കാണ് കടമ്പോട് വരെ പോകുന്നത്, തിരിച്ചു വരുന്നതൊക്കെ. എന്നാലും എല്ലാ ഓട്ടോ ഒന്നും ഞങ്ങളുടെ നാട്ടിൽ, അതായത് ഞാൻ കുറച്ച് പറയുന്നതല്ല കേട്ടോ, നിങ്ങളത് തെറ്റായിരിക്കല്ലേ. ഈ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മലപ്രദേശം കുറവാണ്.
ഞാൻ പത്തനംതിട്ടയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ അത്രയും കുത്തുകയറ്റമൊന്നും ഇവിടെ ഇല്ല. ആകെ ഞങ്ങൾ നോക്കിയിട്ടുള്ളത് ഇവിടെ നല്ല കുത്തുകയറ്റം. അങ്ങനെ ഇവിടൊക്കെ 1-2 ഓട്ടോ ഇവിടെ കയറത്തുള്ളൂ. പക്ഷെ ഇവിടെ പത്തനംതിട്ട ആണെങ്കിൽ ഇതിലും കയറ്റത്ത് ഓട്ടോ കയറിപ്പോവും. കയറ്റമുണ്ട് ആളെ നമ്മുടെ ഈ വെച്ചോണ്ട് കയറി ഭാഗത്തല്ല. ഉം. ആളെ വെച്ചോണ്ട് ഓട്ടോ കയറിപ്പോയി. എനിക്ക് ഇവർക്ക് പേടിയായിട്ടാണോ, ഇത് കുറച്ച് നല്ല ഇതാ, കുറച്ച് കുത്തിറക്കവാ. ചെറിയ കാപ്പോട്ട് വണ്ടി ഇറങ്ങി പോകുമ്പോൾ മറ്റേ വീഗാലാൻഡിലെ റൈഡിൽ പോകുന്ന ഫീലൊക്കെ ഇവിടെ. ചെറിയ വണ്ടി ഒട്ടും കയറൂല. എന്തായാലും അയ്യോ, അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒതുങ്ങി വരുന്നുണ്ട്. അല്ല, ഞാൻ ശാരീരിക ബുദ്ധിമുട്ടിൻ്റെ കാര്യം പറയുന്നത്. വീട്ടിലെ കാലെല്ലാം കൂടെ മുറിഞ്ഞ് എനിക്ക് ഒരു നിവർത്തിയില്ല. ഇല്ലായിരുന്നു ഞാൻ എപ്പോഴേലും ഞാനത് പെട്ടിയും കിടക്കെ പറക്കി ഞാൻ പോയേ. എനിക്ക് ഈ വൈവ്, ഞങ്ങളുടെ വൈവ് കഴിഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞു 13-ാം തീയതി അല്ലെങ്കിൽ 14-ാം തീയതി നടത്തും. പിന്നെ പറഞ്ഞു 16-ാം തീയതി തൊട്ട് 22-ാം തീയതി നമ്മൾ കാത്തിരിക്കാൻ. എന്തെന്ന് മറ്റേ ഈ വേഴാമ്പലൊക്കെ മഴ കാത്ത് നിൽക്കുന്ന പോലെ നിൽക്കുമോ, എന്നാ ഡേറ്റ് വരുന്നതെന്ന് നോക്കി. അത് അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളുടെ ഗ്രാജുവേഷൻ എല്ലാം ഇങ്ങനെ മുക്കിന് നടക്കുക. അതൊന്ന് കഴിഞ്ഞ് കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കാം. പിന്നെ അമ്മേനെ ഹോസ്പിറ്റലിൽ പോകേണ്ട സമയമാകുമ്പോൾ ഇങ്ങോട്ട് വരാം. അങ്ങനെ ഇങ്ങനെ മാറി നിൽക്കാം. ഇനിയിപ്പോൾ എക്സാംസും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പോകാൻ. സത്യം പറഞ്ഞാൽ എൻ്റെ ആവശ്യം ഇപ്പോഴായിരുന്നു അവിടെ. എന്തോ ചെയ്യാൻ, ഓരോ വഴിക്കു നിന്നും ഓരോ തടസ്സങ്ങൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാലിപ്പോൾ എന്തോ ചെയ്യാൻ പറ്റും. നല്ല ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു കാലം വെച്ചുകൊണ്ടാണ് ചേച്ചി ആ വീട്ടിലെ സകല പണിയും നോക്കുന്നത്. കുറേ പേര് കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മു എന്താ വരാത്തത്, അമ്മുവിനെ കൊണ്ടുവന്നൂടെ, അമ്മുവിൻ്റെ ആവശ്യം ഇപ്പോഴാ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എല്ലാം കാണുന്നുണ്ട്. പക്ഷെ എന്തോ ചെയ്യാൻ, ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് സമാധാനത്തോടെ പോകുമായിരുന്നു. അല്ലെ പിന്നെ ഞാൻ പോയിട്ട് 2 ദിവസം അല്ലെങ്കിൽ 3-ാമത്തെ ദിവസം ഞാൻ തിരിച്ചിങ്ങോട്ട് ഓടി വരേണ്ടി വരും. അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. ഒരാൾക്കൊരു ആവശ്യമുള്ള സമയത്ത് നമ്മൾ കുറച്ചധികം ദിവസം നമ്മളവിടെ നിൽക്കേണ്ടത്. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. എത്രയും പെട്ടെന്ന് പോകാനും പറ്റട്ടെ. പിന്നെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മണിയമ്മയുടെ കാര്യം ഇപ്പോൾ കണ്ടില്ലേ, സുലമ്മയ്ക്ക് ഒരു വയ്യാഴി വന്നപ്പോൾ ദീപ്തി ചേച്ചിയുടെ ടെൻഷൻ കണ്ടില്ലേ. അതേപോലെ എനിക്കും അവിടെ എന്ന് പറഞ്ഞാൽ അച്ചാച്ചിയുണ്ട്, ഏട്ടനുണ്ട്, കുഞ്ഞാച്ചേട്ടനുണ്ട്, ദീപ്തി ചേച്ചിയുണ്ട്. ഇവിടെ ആരാ ഉള്ളത്? അപ്പോൾ നിങ്ങളെല്ലാവരും പറയും അവിടെ കൊണ്ട് നിർത്താൻ. ഞാൻ അവിടെ കൊണ്ട് നിർത്താൻ ഇഷ്ടമല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ടോ അല്ല. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഓരോ ആൾക്കാർക്കും ഓരോരോ കാര്യങ്ങളുണ്ട്. അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം ഇവിടെ മരിക്കുന്നോളം ഇവിടെ നിൽക്കാനാണ്. അപ്പോൾ അച്ഛനോ നിൽക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ സാധനം നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും. ആരെയും ഞാൻ തെറ്റ് പറയുന്നില്ല കേട്ടോ. കാരണം നിങ്ങളുടെ ആഗ്രഹം എന്താ വെച്ചാൽ മണിയമ്മ ഒറ്റയ്ക്ക് നിൽക്കണ്ട, അവിടെ ആകുമ്പോൾ കുറച്ചുകൂടെ സേഫാണല്ലോ എന്ന് ഓർത്തിട്ടാണ് നിങ്ങൾ പറയുന്നത്. അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയുടെ ആഗ്രഹം ഈ ഒരു വീട്ടിൽ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ പറ്റിക്കോട്ടെ, ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഞാനിവിടെ മതി. എന്താ പറയുക, ഒരു നെഗറ്റീവ് ടോണിൽ കേൾക്കല്ലേ. അല്ലെങ്കിൽ എൻ്റെ ജീവിതം തകർത്തുനിന്ന് ദൈവത്തോട് അമ്മാതിരി കമൻ്റ് ഒന്നും നിങ്ങൾ ഇടുകയും വേണ്ട. എൻ്റെ ജീവിതം തകർന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ സന്തോഷത്തോടെ വിടിച്ചിരിക്കുമോ? ഇല്ലല്ലോ. എനിക്ക് എപ്പോൾ വേണേലും പോവാം, എപ്പോൾ വേണേലും വരാം. എനിക്ക് എൻ്റേതെന്ന് പറഞ്ഞിട്ടൊരു ഒരു കുടുംബമുണ്ട്. കുഴപ്പമില്ല. ഇനിയിപ്പോൾ PG കഴിഞ്ഞു, കിടുവിൻ്റെ കാര്യം എനിക്ക് നോക്കാവുന്നല്ലേ ഉള്ളൂ. മണിയമ്മ ഇടയ്ക്കെല്ലാം വരും. പക്ഷെ അമ്മ അങ്ങനെ ഇപ്പോൾ ഒന്നല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ അവിടെ നിൽക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മളൊരു വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അവിടെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അങ്ങനെ മണിയമ്മ പോയി നിൽക്കുന്ന ബുദ്ധിമുട്ടാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ എനിക്ക് വേണേൽ അവിടെ കൊണ്ട് നിർത്താം. പക്ഷെ അതല്ല സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അവിടെ അമ്മ ചെല്ലുന്നെന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ പട്ടികളെയൊക്കെ മാറ്റാൻ പറയുന്നത് ദൈവദോഷമാണ്. അതും മിണ്ടാപ്രാണികളാണ്. അതുങ്ങൾ കുറേ കാലം കൂട്ടിലിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും നാളും വീട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് പിടിച്ച് കൂട്ടിലിട്ട് കഴിയുമ്പോൾ അതുങ്ങൾക്ക് വല്ല ഡിപ്രഷനും വന്ന് വല്ല അസുഖങ്ങളും ഉണ്ടാവും. പട്ടികളാണ്. അവർക്ക് സ്നേഹം വരുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്ന മേത്ത് ചാടി കയറിയിട്ടാണ്. പക്ഷെ മണിയമ്മയുടെ മേത്ത് ചാടി കയറാൻ നിന്ന് കഴിഞ്ഞാൽ അമ്മ ബാലൻസ് ചെയ്തിട്ട് മറിഞ്ഞു വീഴും. ഇതിനു മുമ്പ് ഒരു ലൂക്കായാണോ പാത്തുവാണോ പെട്ടെന്ന് അടുത്തോട്ട് വന്നപ്പോൾ മണിയമ്മ ബാക്കിലോട്ട് മറിഞ്ഞു വീണ്. ഇനിയൊരു വീഴ്ചയും കൂടെ വീണ് കഴിഞ്ഞാൽ മണിയമ്മ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കിടപ്പിലായി പോവും. ഒന്നാമതേ നട്ടല് ഈ വല്ലാത്ത ഷേപ്പിലായിരിക്കുന്നു. ഇനിയൊരു വീഴ്ചയും കൂടെ വീണ് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ എണീറ്റ് കിടക്കുന്ന ആൾ പിന്നെ കിടപ്പിലായി പോവും. അതുകൊണ്ട് നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധിക്കണം. അതല്ല അമ്മയുടെ ആഗ്രഹം ഇവിടെ നിൽക്കുന്നത്. പിന്നെ എനിക്ക് വലിയ കുഴപ്പമില്ല. എൻ്റെ അമ്മേനെ നോക്കാൻ ഞാൻ എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇപ്പോൾ കുഞ്ഞാണേലും അവൻ സന്തോഷത്തോടെയല്ലേ അവിടെ നിൽക്കുന്നത്. പിന്നെ കാര്യങ്ങൾ നോക്കാൻ, അതിപ്പോൾ എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ടല്ലേ അവനിപ്പോൾ ഇത്രയും മാറി നിൽക്കുന്നത്. ഇനിയിപ്പോൾ ക്ലാസ് ഇല്ല, എനിക്ക് വേണമെങ്കിൽ അവിടെ പോയി നിൽക്കും, കുറച്ച് ദിവസം ഇവിടെ നിൽക്കും. അമ്മേനെ ഹോസ്പിറ്റലിൽ പോകേണ്ട സമയമാകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്യും. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനു മുമ്പ് തീരെ ധൈര്യമില്ലായിരുന്നു ഇങ്ങനെ മാറി നിൽക്കാനോ എടുക്കാനോ ഒന്നും. പിന്നെ വീട്ടിലുള്ളവർ പറഞ്ഞതിൻ്റെ ആ ഒരു ധൈര്യം, ദീപ്തി ചേച്ചി ഏട്ടനൊക്കെ പറഞ്ഞതിൻ്റെ ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്തും പിന്നെ നിങ്ങൾ തന്നെ കുറേ പേര് എന്നെ ഒരുപാട് പേര് സമാധാനിപ്പിച്ചു. അതിൻ്റെയൊക്കെ ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാനിങ്ങനെ മാറി നിൽക്കുന്നത്. പിന്നെ എത്രയോ അമ്മമാർ കുഞ്ഞുങ്ങളെ മാറി ഗൾഫിൽ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നു.
അവർക്കൊന്നും മക്കളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാ. പിന്നെ അവന് വേണ്ടുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ ഉണ്ട്, അല്ലാതെ ഒരു കാര്യം അവന് വേണ്ടിയിട്ട് ഞാൻ നിഷേധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞു, ഇനിയിപ്പോൾ എനിക്ക് സ്വസ്ഥമായിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് ഇരിക്കുക. പിന്നെ ലൈഫിൽ അവൻ്റെ അടുത്തുനിന്ന് മാറി നിന്നിട്ടുള്ളതെന്ന് പറഞ്ഞത് ഈ ഒരു PG ചേർന്നതിന് സമയം. എന്നാലും പക്ഷെ അവന് വേണ്ടുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും പറയും അമ്മയല്ലേ എണീറ്റ് നടന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, വലിയ കുഴപ്പമൊന്നുമില്ല. അതായത് പുറമേ നടന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് ആൾക്ക് വയ്യാഴിക ഇല്ല എന്നല്ല, അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ അവരത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇതിപ്പോൾ എന്തെങ്കിലും പണിയെടുക്കുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ചിലപ്പോൾ വഴിയിൽ സാധനം വാങ്ങിക്കാൻ നിൽക്കുന്ന കാണുമ്പോൾ ആൾക്കാർ പറയും ഈ അമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ ഇവിടെ വന്ന് നിൽക്കുന്നത്, അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഈ ഇവിടെ ബാക്കി വീട്ടിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാനല്ലേ കാണുന്നുള്ളൂ. വഴി നിൽക്കുമ്പോൾ അയ്യോ കൊത്തോ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഞാനിവിടെ ഇല്ലാത്തപ്പോൾ ചില സമയത്തൊക്കെ എന്തെങ്കിലും ഒരു എമർജൻസിക്ക് അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കായിരിക്കും പോവുക. അന്നേരം പോകാൻ ഇറങ്ങുമ്പോഴായിരിക്കും എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരിക. വേറെ ആരും ചെയ്തു കൊടുക്കാനില്ല, വിളിച്ച് പറയുന്ന സാധനം മേടിച്ചുകൊണ്ട് തരാനൊന്നും ഇവിടെ വേറെ ആരും ഇല്ല, ഞാൻ തന്നെ ഉള്ളൂ. ഒന്നുമില്ല, നമ്മളെത്ര പറഞ്ഞാലും ചില മനുഷ്യർക്ക് നമ്മുടെ അവസ്ഥകളോ അല്ലെങ്കിൽ നമ്മളൊരു കാര്യവും മനസ്സിലാവണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ ഇത് കമൻറ്റിൻ്റെ കാര്യം ഒന്നും അല്ല കേട്ടോ പറയുന്നത്, ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയുന്നതേ ഉള്ളൂ. പിന്നെ ഒരുപക്ഷെ ഞാനിപ്പോൾ അമ്മയെ നോക്കാൻ വയ്യ, എനിക്ക് എൻ്റെ ലൈഫേ പറ്റുള്ളൂ, എനിക്ക് എൻ്റെ കുടുംബം വലുതെന്ന് പറഞ്ഞിട്ടും ഞാൻ മാറി നിന്ന് കഴിഞ്ഞാൽ അത് എൻ്റെ സ്വാർത്ഥതയായില്ലേ? നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? അതെൻ്റെ സ്വാർത്ഥതയായി മാറും. പക്ഷെ അമ്മ ഒരിക്കലും നിർബന്ധം പറയുന്നില്ല നീ ഇവിടെ നിൽക്കാൻ പാടുള്ളൂ, നീ എന്നെ തന്നെ നോക്കണം, നീ വേറെ ആരെയും നോക്കാൻ പാടില്ല. എന്നാൽ അമ്മയും എത്ര കളിപ്പിടിച്ച് പറയുന്നില്ലല്ലോ. അമ്മയ്ക്ക് അമ്മയുടെ നിവർത്തി കേടുകൊണ്ടാണ്. ഇത്രയും വർഷവും ഈ കണ്ടവൻ്റെ തീട്ടവും മൂത്രവും കോരി എന്നെ പഠിപ്പിച്ച് ഇത്രയും വളർത്തി എന്നെ കെട്ടിച്ചും വിട്ട് എന്നിട്ട് അമ്മയ്ക്കൊരു വയ്യാഴിക വരുമ്പോൾ ഞാനല്ലേ നോക്കണ്ടേ? വേറെ ആരും നോക്കില്ലെന്ന് പറഞ്ഞാലും ഞാൻ നോക്കിയില്ലേ ദൈവദോഷമില്ലേ? ഇതിപ്പോൾ ഒരു കടമയെന്നും പറഞ്ഞുകൊണ്ടല്ല, ആ കടമ തന്നെ പറഞ്ഞു വരുമ്പോൾ മക്കളുടെ കടമ തന്നെയാണ് അമ്മമാരെ നോക്കേണ്ടത്. അപ്പോൾ ഞാനെൻ്റെ കടമ നിർവഹിക്കുന്നു. അതിനിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വേണ്ടിയില്ല, എൻ്റെ കൂടെ നിൽക്കുക സ്ട്രോങ് ആയിട്ടൊരു ഫാമിലി ഉണ്ട്, അതുകൊണ്ട് വലിയ സമാധാനം. ഇപ്പോൾ പിന്നെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാംസിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയതുകൊണ്ട് എനിക്ക് അതുകൊണ്ടാണ് പോയി നിൽക്കാൻ പറ്റാത്തത്. അതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ ഞാൻ പോകും കേട്ടോ. എനിക്ക് അവിടെയും പ്രധാനമാണ് ഇവിടെയും പ്രധാനമാണ്. സുലുവമ്മയ്ക്ക് വയ്യാതെ വന്നപ്പോൾ ഞാനായിരുന്നു ഹോസ്പിറ്റലിൽ പോയി നിന്നൊക്കെ രാവിലെ അമ്മയുടെ കാര്യങ്ങൾ നോക്കാനും അമ്മയുടെ ഡ്രസ്സ് മാറ്റാനും എല്ലാം ഞാനിവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ആവശ്യം എപ്പോൾ വേണോ അവിടെ എല്ലാം ഞാൻ എത്തിപ്പെടുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ചു. ഇനി ഇതും കഴിഞ്ഞിട്ട് എക്സാം എല്ലാം കഴിഞ്ഞിട്ട് സ്ഥലത്തോടെ പോയി നിന്നിട്ട് വേണം പിന്നെയും തിരിച്ച് വന്നിട്ട് അമ്മേനെ കൊണ്ട് എനിക്ക് ആസ്തറിലൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഒന്നും വേണ്ട, ഇപ്പോഴേ സർജറിയുടെ കാര്യമൊന്നും സംസാരിക്കാനല്ല, ജസ്റ്റ് ആ ഒരു ചിലവും കാര്യങ്ങളും എത്രയാ, പിന്നെ ആ ഒരു സർജറി ചെയ്താൽ അമ്മയ്ക്ക് ആ ഒരു പഴയ പോലെ ഒന്നും വേണ്ട, ആ നടുവിന് കൈ കൊടുക്കാതെ ഒന്ന് സമാധാനത്തോടെ നടന്ന് സ്വന്തം കാര്യങ്ങളിപ്പോൾ ചെയ്യാനുള്ള ആരോഗ്യം ഇല്ലെന്നല്ല, ഒന്ന് ഇരുന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ഇരുന്നിട്ട് സ്വസ്ഥമായിട്ടൊന്ന് എണീറ്റൊക്കെ വരാനുള്ളൊരു ഇതുണ്ടാക്കണം. ശരിയാവും, അത് കാണിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.